ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിലും അറിയാത്തവർ ഉണ്ട്. അവർ മെസ്സേജിലൂടെയും ചോദിച്ചു, അതുകൊണ്ട് മാത്രം അവർക്ക് വേണ്ടിയിട്ടാണ്. 90% ആളുകൾക്കും അറിയുന്ന ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് അറിയുന്നവർ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ 10% ആളുകൾക്ക് അറിയുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എങ്ങനെ നമ്മുടെ മൊബൈലിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് മൊബൈലിൽ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. എല്ലാവരും ക്ഷമിക്കണം, അറിയുന്നവർ. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യമായിട്ട് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ നിങ്ങൾ അക്കൗണ്ട് എന്ന് കാണാം, അക്കൗണ്ട് സെറ്റിംഗ്സ്. അതിൽ താഴെ കാണാം മൈ അക്കൗണ്ട്സ് എന്നതിൽ ആഡ് അക്കൗണ്ട് എന്ന് കാണാം. ആഡ് അക്കൗണ്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സാംസങ് അക്കൗണ്ട്, ഇമെയിൽ അക്കൗണ്ട്, ഫേസ്ബുക്ക്, ഗൂഗിൾ, അങ്ങനെ ഒരുപാട് അക്കൗണ്ട്സ് കാണാം. ഇതിൽ നിങ്ങൾ ഗൂഗിൾ എന്നതിൽ എൻ്റെ ഗ്രീൻ മാർക്ക് കാണാം. ഗ്രീൻ, എൻ്റെ ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇല്ലാത്ത അക്കൗണ്ട് ഇതുപോലെ ആയിരിക്കും. ഉള്ള അക്കൗണ്ടുകൾ ഒരു ഗ്രീൻ മാർക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ജിമെയിൽ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സിറ്റിംഗ് ആണ് ന്യൂ. എൻ്റെ ഫോൺ, ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ജിമെയിൽ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എക്സിറ്റിംഗ് എന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ ജിമെയിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ എക്സിറ്റിംഗ് കാണുകയില്ല, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ന്യൂ എന്ന് മാത്രമേ കാണുകയുള്ളൂ, എക്സിറ്റിംഗ് കാണുകയില്ല. നിങ്ങൾ ഈ ന്യൂ എന്നതിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളതിൽ ടിക്ക് ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മെയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ നിങ്ങൾ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കുക. എക്സാമ്പിൾ, ഫസ്റ്റ് നെയിം കൊച്ചു എന്ന് കൊടുത്തു. സെക്കൻഡ് നെയിം ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ എന്ത് മെയിലാണ് നിങ്ങൾ മെയിൽ കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മെയിൽ കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ ഇവിടെ ചെയ്യുക. നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരോ എന്താണ് നിങ്ങൾ മെയിലായിട്ട് ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. ഒരിക്കലും നമ്പർ ഇവിടെ കൊടുക്കരുത്. ഇതുപോലുള്ള ചിഹ്നങ്ങൾ നിങ്ങൾ കൊടുക്കരുത്, സിമ്പിൾ കൊടുക്കരുത്. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ചെക്കിംഗ് ആണ്, അത് ചെക്കിംഗ് നടന്നുകൂടാ. ഇമെയിൽ നിങ്ങൾക്ക് സ്യൂട്ടാണോ അതോ വേറെ കൊടുക്കണോ എന്നുള്ള ഇവിടെ കാണിക്കും. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ കാണിക്കും, അല്ലെങ്കിൽ വേറെ നെയിം കൊടുക്കാൻ പറയും. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പാസ്വേഡ് കൊടുക്കാനാണ്. അപ്പോൾ പാസ്വേഡ് കൊടുക്കാം. ഇതുപോലെ റീടൈപ്പ് പാസ്വേഡ് കാണാം, അവിടെയും നിങ്ങൾ പാസ്വേഡ്
റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ട്രോങ് എന്നുള്ളത്. ഇവിടെ വീക്ക് എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ അക്ഷരത്തിന് കൂടെ എന്തെങ്കിലും നമ്പറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. സ്ട്രോങ് ആക്കുക നിങ്ങളുടെ പാസ്വേഡ് എപ്പോഴും. ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കും, നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ അതിന് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഏതാണ് ഫസ്റ്റ് ഫോൺ നമ്പർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഈ പേരായിരിക്കും പിന്നീട് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങളിത് ടൈപ്പ് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആൻസർ ഓക്കെ കൊടുത്താൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾ കാര്യമായിട്ട് ചെയ്യേണ്ട ടിക്ക് ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ഫോണിലാണെങ്കിൽ നിങ്ങളുടെ വെബ് ഹിസ്റ്ററി എല്ലാം സേവ് ചെയ്യുന്നതാണ്, ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഫോൺ ഓൾറെഡി ഒന്നും ഉണ്ടായത് കൊണ്ട് ഇതിന് എനിക്ക് ഹിസ്റ്ററി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ടിക്ക് മാർക്ക് ഒഴിവാക്കുന്നു. നിങ്ങളുടെ ഫോണിൽ ടിക്ക് മാർക്ക് ചെയ്തിട്ട് വെക്കുക. കാരണം നിങ്ങളുടെ ഫോണിലെ ഈ ജിമെയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വെബ് ഹിസ്റ്ററിയും കാര്യങ്ങളും അതിലേക്ക് ഡാറ്റകൾ സേവ് ചെയ്യും. അതിന് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഇതുപോലെ ഇവിടെ കാണുന്ന കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ആദ്യം കൊടുത്ത ഇത് റോങ് ആണ്, അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും കൊടുക്കാം. ഓക്കെ, നെറ്റിന്റെ ഒരു സ്പീഡ് കുറവാണ്. ഇവിടെ നിങ്ങളുടെ ചോദിക്കുന്നത് നിങ്ങളുടെ ഫോണിലാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡാറ്റയും കലണ്ടറും കോൺടാക്റ്റും എല്ലാം നിങ്ങളുടെ മെയിലിൽ സേവ് ആവും. പിന്നീട് ഒരിക്കലും എന്തെങ്കിലും നിങ്ങളുടെ ഫോൺ ഫോർമാറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മെയിലിൽ നിന്ന് നിങ്ങൾക്കത് റിക്കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടവർക്ക് ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജിമെയിൽ ഒന്ന് ചെക്ക് ചെയ്യാം.
ഇവിടെ കാണാം, നമ്മൾക്ക് പുതുതായി ഉണ്ടാക്കിയ മെയിൽ കാണാം. ഇവിടെ വെറുതെ മെയിലൊന്നും ഉണ്ടാവില്ല, പുതുതായിട്ട് ഉണ്ടാക്കിയ മെയിൽ ആയതുകൊണ്ട്. കാര്യമായിട്ട് മെയിൽ, കമ്പനി മെയിൽ അല്ലാതെ വേറെ കാര്യമായിട്ട് മെയിലൊന്നും ഉണ്ടാവുകയില്ല. ഇവിടെ കാണാം, കമ്പനിയുടെ മെയിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടാക്കുക.